ഈ വർഷം ഓണപരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും അവരുടെ പാരൻസും നിർബന്ധമായും ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടിരിക്കണം. കാരണം എന്തുകൊണ്ടാണ് ഓണപരീക്ഷയുടെ മാർക്ക് കുട്ടികൾക്ക് ക്രമാതീതമായി ഈ വർഷം കുറയാനുണ്ടായ കാരണമെന്ത്, അതിൻ്റെ സൊല്യൂഷൻ എന്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കാണാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പോലും ഈ പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്യാതെ വരാനിരിക്കുന്ന ഒരു പരീക്ഷകൾ മാത്രമല്ല പലപ്പോഴും നമ്മളെ കുട്ടികളുടെ ജീവിതത്തിൽ തോറ്റുപോകാൻ കാരണമായിരിക്കും. പ്രധാനപ്പെട്ട നിങ്ങളിപ്പോൾ ഏത് സ്കൂളിൽ പോയാൽ, നിങ്ങൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ അടുത്തുള്ള സ്കൂളായിക്കോട്ടെ, ഏത് സ്കൂളിൽ പോയപ്പോൾ PTA മീറ്റിംഗ് കഴിഞ്ഞാൽ സ്കൂളിലെ ഓരോ ക്ലാസ്സിലെയും സ്കൂളിലെയൊക്കെ മാർക്കിൻ്റെ ലെവലൊക്കെ നിങ്ങൾക്കറിയാം. ഒരു മെജോറിറ്റി കേരളത്തിലെ സ്കൂളിൻ്റെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഓരോ സ്കൂളിലും മുഴുവൻ വിഷയങ്ങളിലും വിജയിച്ച കുട്ടികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒരു 30 to 35% ആയിരിക്കും ഒരു ആവറേജ് കണക്കുണ്ടായിരിക്കുക. അത്രയും കുട്ടികൾ പല സബ്ജക്റ്റിലും തോറ്റുപോയിട്ടുണ്ട്. ഇത് ഞാനൊരു ചെറിയൊരു കാര്യമല്ല. ഇത് നമ്മൾ ഇത്രയും 30 to 35% ഒക്കെ ഒരു വിജയ ശതമാനം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു കാര്യമൊന്നുമല്ല, വലിയൊരു നമ്മൾ വളരെ സീരിയസ് ആയി കാണുന്ന ഒരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, ലാംഗ്വേജ് സബ്ജക്റ്റുകൾ ഒരു 50% വിദ്യാർത്ഥികൾക്ക് ഒന്നെങ്കിൽ അവർ തോറ്റുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് വെറും പാസ് മാർക്ക് മാത്രമേ ലാംഗ്വേജ് സബ്ജക്റ്റ് അവർക്ക് കിട്ടും. എന്താ ലാംഗ്വേജ് സബ്ജക്റ്റ് ഏതൊക്കെയാണ്? മലയാളം ഉണ്ട്, മലയാളം സെക്കൻഡ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഈ 4 ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്കും നിങ്ങളുടെ കുട്ടികളുടെ മാർക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കുട്ടികളുടെ ആൻസർ പേപ്പർ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഈ സ്റ്റുഡൻസും വിദ്യാർത്ഥികളും വീഡിയോ കാണുന്നുണ്ടായിരിക്കും, പാരൻസും വീഡിയോ കാണുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു ആൻസർ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ, നിങ്ങളുടെ കുട്ടികളുടെ ആൻസർ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു ലാംഗ്വേജ് സബ്ജക്റ്റ് ആയിക്കോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പോലെ കുറേ എഴുതാനുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു 10 to 15 ക്വസ്റ്റ്യൻ വരെയൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ നല്ല വൃത്തിക്ക് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഒരു 16ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ അത് നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ പേപ്പറിൽ എഴുതുന്ന ആൻസർ പേപ്പർ എഴുതിയ രീതികളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അതൊരു വൃത്തിയൊന്നും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കാണാം. കാരണം ആദ്യത്തെ ഒരു 10 ചോദ്യം എഴുതിയ ഒരു വൃത്തി ആയിരിക്കില്ല ചിലപ്പോൾ ഒരു 16 ശേഷം എഴുതിയ ആൻസർ ഉണ്ട്, അല്ലെങ്കിൽ ആ ചോദ്യത്തെ അവർ സമീപിച്ച രീതിക്ക് ഉണ്ടായിരിക്കാം. 5 മാർക്കിൻ്റെയും എസ്സേ ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ അവർ ഉത്തരം എഴുതിയിരിക്കുന്നത് 1, 2, 3 വരികളായിരിക്കാം. തുടക്ക സമയത്ത് 1, 2 മാർക്കിന് ഉള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ അവർ വളരെ പാരഗ്രാഫുള്ള ഒരു ഉത്തരം എഴുതിയിരിക്കാം. നിങ്ങളുടെ കുട്ടികളുടെ പേപ്പർ ഒന്ന് പരിശോധിച്ചാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മുടെ കുട്ടികളിൽ വർദ്ധിച്ചു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, എക്സാമിന് ഞാൻ മനസ്സിലാക്കിയ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിരന്തരം ഒരുപാട് കുട്ടികളെ കാണുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ കയറിയ വിദ്യാർത്ഥിക്ക് ഒരു 2.5 മണിക്കൂർ കൃത്യമായി ക്ലാസ് റൂമിൽ ക്ഷമയോടുകൂടി ഇരിക്കാൻ കഴിയുന്നില്ല എന്ന വലിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. പല വിദ്യാർത്ഥികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം, അവർക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കണം. കാരണം ഇത് അവർക്ക് അത്രയും നേരം ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ കഴിയുന്നില്ല എന്ന വലിയൊരു പ്രശ്നം നമ്മുടെ കുട്ടികൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളോട് ഒന്ന് ഇരുത്തി സംസാരിച്ചാലോ ഈ കാര്യത്തിന് കൃത്യമായൊരു ധാരണ, ഇതൊരു വലിയൊരു വാസ്തവമാണിത്. കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഒരു വലിയൊരു ചേഞ്ച് അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും അവരുടെ ശ്രദ്ധയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുക. എന്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ രീതിയിൽ പരീക്ഷ ഹാളിൽ എഴുതുന്ന കുട്ടിക്ക് പരീക്ഷ എഴുതുമ്പോൾ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പോലും അറിയാതെ നമ്മളെ കുട്ടികളുടെ തലയിലേക്ക് കയറിയിരിക്കുന്ന മൊബൈൽ ഫോൺ അഡിക്ഷൻ തന്നെയാണ്. ഒരു സംശയമില്ല അതിൽ. ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ അഡിക്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാറേ 24 മണിക്കൂർ എൻ്റെ കുട്ടികൾ മൊബൈൽ കളിക്കുന്ന കുട്ടികളൊന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും വേണ്ട, ദിവസം ഒരു 1-2 മണിക്കൂർ ഒരു കുട്ടിയെ മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആ കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ക്ലാസ് കാണാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം അവിടെ കുട്ടിക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ പറയാൻ വേണ്ടി പോകുന്ന കാര്യം അവിടെ വരുന്നില്ല. നേരെ മറിച്ച് നിങ്ങളെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അത് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ യൂട്യൂബ് ഷോർട്സ് കാണാനുമാണെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാക്കുന്ന അവരുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന മാറ്റം ഒരു ചെറിയ മാറ്റമൊന്നും. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക മാറ്റമാണ് ഞാൻ ഇവിടെ ഈ ഒരു സ്ലൈഡിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു കുട്ടി മൊബൈൽ ഫോൺ എടുക്കുന്നു, അവന് ഇഷ്ടമുള്ള കാര്യമായിരിക്കും അവന് കാണുക, റീൽ അവന് കാണുകയാണ്, അല്ലെങ്കിൽ ഇട്ടൊരു ഫോട്ടോ ഒക്കെ ലൈക്ക് കൊടുക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ മൊബൈൽ ഫോൺ പലപ്പോഴും നമ്മളിങ്ങനെ ചിരിയോടെയൊക്കെ നമ്മൾ നോക്കില്ലേ. കാരണം നമുക്ക് വലിയ സന്തോഷം, റിലാക്സേഷൻ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ കിട്ടുക, വലിയ റിലാക്സേഷനാണ്. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് നമ്മുടെ മുന്നിൽ വന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കൊരു വീഡിയോ ഒന്നും വലിയ ഇഷ്ടമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് സ്ക്രോൾ ചെയ്യാം അല്ലേ. അപ്പോൾ സ്ക്രോൾ ചെയ്താൽ പിന്നെ അടുത്ത വീഡിയോ എന്തായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ആയിരിക്കും വരും അല്ലേ. ആ ഇഷ്ടമുള്ള വീഡിയോ വരുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ തലച്ചോറിൽ ഡോപാമിൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സന്തോഷം കുട്ടിയുടെ തലയിൽ ഇങ്ങനെ വരുന്നത്, ഇത് ഇഷ്ടമുള്ളതാണല്ലോ. പെട്ടെന്ന് ഒരു ഭയങ്കര സങ്കടപ്പെടുന്ന വീഡിയോ, പോട്ടെ, ഭയങ്കര ഈ ഒരു കുട്ടിയുടെ തലച്ചോറിലൂടെ കടന്നുകൊണ്ട് ഇമോഷണലായ കാര്യമുണ്ട്. സന്തോഷവും സങ്കടവും വളരെ ഭീതിയും അല്ലെങ്കിൽ ആകാംക്ഷയും ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ ഒരുപാട് സമയമെടുത്ത് പല സന്ദർഭങ്ങളായി വരേണ്ട മനുഷ്യൻ്റെ ഇമോഷൻസുകളും പല തരത്തിലുള്ള ഹോർമോണുകളാണ് സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് ഒരു കുട്ടിയുടെ തലച്ചോറിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്.
ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടിക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട് നിരന്തരമായി അവന് മൊബൈൽ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിൽക്കുമ്പോൾ. അതായത് ഒരു റീൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 60 സെക്കൻഡ് ആയിരിക്കും മാക്സിമം റീൽ ഉണ്ടായിരിക്കുക. ആ റീല് കുട്ടി ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ആ കുട്ടിക്ക് ആ റീല് മടുത്തിന് കുട്ടി സ്ക്രോൾ ചെയ്ത് അടുത്ത റീല് കാണുക. അതൊരു 10 സെക്കൻഡ് സ്ക്രോൾ ചെയ്ത് അടുത്ത് കാണുക. ഇതിങ്ങനെ കുട്ടിക്ക് വേണ്ട സാധനങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് കുട്ടി ഇങ്ങനെ കാണാണ്. ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കുട്ടി പോവാം. അതെന്തുണ്ട്, കുട്ടിയുടെ ഉള്ളിൽ ഭയങ്കര ഡോപാമിൻ ഇൻക്രീസ് ഇങ്ങനെ ഉണ്ടായി. അതായത് ഈ സാധനം കുട്ടിക്ക് ഭയങ്കര സന്തോഷത്തില്ല, കുട്ടി അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു മൊബൈൽ ഫോൺ ഒരു കുട്ടീൻ്റെ കയ്യിൽ കൊടുത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ 1, 2, 3 മണിക്കൂർ നിങ്ങൾക്ക് അതിൽ ഇരിക്കും. നിങ്ങൾ ഒരാളും നിങ്ങളെ ഭാഗത്തേക്ക് വരേണ്ട വേണ്ട, നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും അതിൽ. ഈ ഒരു ഹാപ്പിനെസ് എന്തോ നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്നില്ല. കാരണം എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് മാത്രമായിരിക്കില്ല പരീക്ഷാ പേപ്പർ ഉണ്ടായിരിക്കുക. നിങ്ങൾക്കറിയാത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കറിയാത്ത കാര്യത്തെപ്പറ്റി, അല്ലെങ്കിൽ ഈ ഒരു ക്ഷമ, അതായത് 60 സെക്കൻഡിൻ്റെ റീൽ 30 സെക്കൻഡ് എത്തുമ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു സ്പീഡ് പരീക്ഷകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. 5G സ്പീഡിലല്ല നിങ്ങൾ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് അല്പം ക്ഷമയോടുകൂടി പരീക്ഷയോട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സാധനം പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട്. ഇത് വളരെ സീരിയസ് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായി മൊബൈൽ ഫോണിനെ വളരെ പോസിറ്റീവായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, കാരണം നിങ്ങളെ ബുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിന് അതൊരു 100% അതിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിയില്ല. നിങ്ങൾ വിദ്യാർത്ഥികളായ കുട്ടികളാണ്, നിങ്ങളുടെ ബുദ്ധി വളർച്ച ഇങ്ങനെ നടന്നുകൊടുക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് വന്നു കഴിഞ്ഞ്, നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ പ്രവർത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പരീക്ഷ എന്ന് മാത്രമല്ല, ജീവിതത്തിൽ സമയമെടുത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളും ക്ഷമയോടുകൂടി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഇതിന് സൊല്യൂഷൻ എന്താ? നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും. ഇതിന് കൃത്യമായ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. സൊല്യൂഷൻസ് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയാൽ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുള്ളൂ. ഏറ്റവും എളുപ്പം എന്താ? അവിടെ ഇരിക്കുന്ന മൊബൈൽ ഫോണുകൾ. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. ആ എളുപ്പമുള്ള പരിപാടി ഒന്ന് മാറ്റി നിർത്തണമെങ്കിൽ ചെറിയ ഒരു എഫേർട്ട് ആസ് എ പാരൻസ് എന്ന സൈഡ് നിങ്ങൾ എടുക്കണം. ആസ് എ സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നിങ്ങളും എന്ത് ചെയ്യണം? ഇത് രണ്ടും നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു കൃത്യമായ റൂൾ നിങ്ങൾ കണക്ക്. എന്താ റൂൾ എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾക്കറിയാം, ഞാൻ ഈ രാവിലെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒരു 30 മിനിറ്റിൽ കൂടുതൽ മാക്സിമം സമയം പറഞ്ഞോ, 30 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. റീൽസ് കാണാനോ അല്ലെങ്കിൽ അത് 30 മിനിറ്റ് ഏറ്റവും മാക്സിമം. അതായത് നിങ്ങളൊരു 10 മിനിറ്റ് ഇടവിട്ടിട്ട് വേണം നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. ഞാൻ ഒരിക്കലും മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെന്ന് പറയില്ല. ഇത് നിങ്ങൾ ലിമിറ്റ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് തോന്നാം, ഞാൻ കുറേ സമയമായിട്ടുള്ള 10 മിനിറ്റ് കഴിഞ്ഞല്ലോ, എങ്കിൽ മൊബൈൽ ഫോൺ ഞാൻ അവിടെ വെക്കട്ടെ. ഇത് റൂൾ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങളിത് ബാധിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളൊരു ഗെയിം കളി, 10 മിനിറ്റ് ആയല്ലോ, ഇനി കുറച്ച് ബ്രേക്ക് എടുക്കാം, ആ ഒരു ചിന്ത നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ഒരു റൂൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താ? യൂസ് പാരന്റ് കൺട്രോൾ ആപ്സ്. ഇത് പാരൻസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം എന്തൊക്കെയാണ് പാരൻസ് കൺട്രോൾ ആപ്പ് വഴി ആ ഒരു കുട്ടിക്ക് എന്തെല്ലാം ഓരോ ആപ്പും എത്ര മിനിറ്റ് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും, അതൊക്കെ കൃത്യമായി മൊബൈൽ ഫോൺ വഴി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. പാരൻസ് ശ്രദ്ധിക്കാൻ ഒരു പാരന്റ് കൺട്രോൾ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുട്ടി ഏതൊക്കെ സൈറ്റിലേക്ക് പോകുന്നുണ്ട്, ഏതൊക്കെ ആപ്പ് കുട്ടിക്ക് ഉപയോഗിക്കേണ്ടതൊക്കെ, അല്ലെങ്കിൽ എത്ര സമയം കുട്ടി ഉപയോഗിക്കുന്നുണ്ട്, എന്താണ് ഉപയോഗിക്കുന്നത് ഒക്കെ പാരന്റ് ആപ്പ് വഴി ഒരു പാരൻസിന് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇന്നത്തെ കാലത്ത് നിർബന്ധമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അബൌട്ട് അഡിക്ഷൻ. കുട്ടികളെ പറ്റി കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം അവർ ചെറിയ മക്കളാണ്. അവർക്ക് ചിലപ്പോൾ ഇതിനെ പറ്റി ഒരു 100% ധാരണ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇനി എങ്ങനെയാണ് സാറേ ഞാൻ പറഞ്ഞു കൊടുക്കാമെന്നില്ല. കാരണം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് പാരൻസ് നിരന്തരം ഞാൻ കാണുന്നത്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. നിങ്ങൾ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, അടുത്ത കാര്യം എന്താ? എൻകറേജ് ഓഫ്ലൈൻ ആക്ടിവിറ്റി. ഇതാണ് ഇന്ന് പലരും മിസ് ചെയ്യുന്ന ഒരു പരിപാടികൾ. കാരണം മൊബൈൽ ഫോൺ അപ്പുറത്തേക്ക് അവർക്ക് കളിക്കാൻ ഒരു കളിയുമില്ല, ഗെയിംസ് ഇല്ല. ആകെയുള്ള ഒരു ഫുട്ബോൾ എന്താ? പണ്ടൊക്കെ എന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയും. കാരണം നാടൊക്കെ ആ രീതിയിൽ ഡെവലപ്പായി പോയി. ഒന്ന് കളിക്കാൻ ഗ്രൗണ്ടുകളോ ഒന്ന് മീൻ പിടിക്കാൻ പോകാൻ കുളമോ ഒന്നും കുട്ടികൾക്ക് നാട്ടിൽ നിന്നില്ല. അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഓഫ്ലൈൻ ആയിട്ട്, അതായത് മൊബൈൽ ഫോൺ അല്ലാതെ വീട്ടിൽ ചെയ്യാൻ എന്തെങ്കിലും വൃത്തിയാക്കുന്ന ഒരു പണിയോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവർക്ക് നിങ്ങൾ ഓഫ്ലൈനായി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ട്. നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം നിങ്ങളാണ് പാരൻസാണ്, നിങ്ങളാണ് അവർക്ക് വേണ്ട അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ്? ക്രിയേറ്റ് എ ടെക് ഫ്രീ സോൺസ്. അതായത് എല്ലാ സമയത്തും മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായി ഉപയോഗത്തെ നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം. എന്താണ്? ഒരു സമയം ഇത്ര സമയം ആവുന്നുണ്ടല്ലോ, ഇത്ര സമയം ആയല്ലോ. ആസ് എ പാരന്റ് രീതിയിൽ നിങ്ങൾ കൃത്യമായി ആ കാര്യം എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ പലപ്പോഴും ഇന്ന് കുറഞ്ഞൊരു സാധനം. ഇതാണ് കുട്ടികളെ പല ആങ്സൈറ്റിയിലും പ്രശ്നത്തിലേക്കും ആത്മഹത്യയിലേക്ക് വരെ എത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ല. അവർക്കൊരു പ്രശ്നം വന്നാലത് മറ്റൊരാളോട് പറയാനോ അല്ലെങ്കിൽ ആളുകളുമായി സംസാരിക്കാനോ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രൂപ്പ് കുട്ടികൾക്ക് ഇന്നില്ല.
നമ്മൾ പലരും നമ്മളെ മക്കളെ വേറെ പുറത്തേക്ക് ഒന്ന് പോകേണ്ട വീട്ടിൽ കൂട്ടിലിട്ട് വളർത്തുന്ന കുട്ടികൾ എപ്പോഴും കൂട്ടിൽ തന്നെയായിരിക്കും. അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ കൂട് മാത്രമായിരിക്കും എന്നുള്ള കാര്യം എപ്പോഴും പാരൻസ് ശ്രദ്ധിക്കണം. അവർ സോഷ്യൽ ഇൻട്രാക്ഷൻ കുട്ടികൾ കൂട്ടാനുള്ള അത് ക്ലബ്ബുകളോ പ്രോഗ്രാമുകളോ എന്തെങ്കിലുമായിട്ട് അവർക്ക് നിങ്ങൾ റെഡിയാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ലിമിറ്റഡ് സോഷ്യൽ മീഡിയ എക്സ്പോഷർ അല്ലേ, കുട്ടികൾക്കൊന്നും അധികം സോഷ്യൽ മീഡിയ എക്സ്പോഷറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാണ് ഇപ്പോൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഇപ്പോൾ അതിലും ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയൊരു സാധ്യത ഒക്കെ തന്നെയാണ്. പക്ഷെ പലപ്പോഴും പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വ്ളോഗ് മറ്റ് മർഷം എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് കുട്ടികളെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കരുവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രായത്തിലെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവരെന്താണ് അവർ ഇഫ് ഓക്കെ അവർക്ക് എബിലിറ്റി ഉണ്ട്, ഒരു സ്കിൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അവർക്ക് അത് വളരെ വൃത്തി ഇതിൽ കൊണ്ടുപോകാം, നല്ലൊരു സ്കോപ്പും സാധ്യതയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് എന്താണ് എൻ്റെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യേണ്ട, സോഷ്യൽ മീഡിയയുടെ ഒരു അമിതമായ എക്സ്പോഷർ അവർക്ക് കൊടുക്കേണ്ട സമയമൊന്നുമല്ല. അവർ ശരിക്കും അവരുടെ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടുകൾ, അത് അവർക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ അതിലുണ്ട്. എന്തായാലും അവർക്ക് അവരുടേതായ ഫാൻസും കാര്യങ്ങളും വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് അതിൻ്റെ കൂടെ എഡ്യൂക്കേറ്റ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്, ഹെൽത്ത് റിലേറ്റഡ് ആയ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എങ്കിലേ ഇത്തരം ഇതിനെപ്പറ്റിയുള്ള ഫീഡുകളൊക്കെ അവരെ ഇവിടെ വരുള്ളൂ, ഇൻസ്റ്റാഗ്രാമിൽ വരുള്ളൂ, അല്ലെങ്കിൽ യൂട്യൂബിൽ വരുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ എന്താണ്, ടീച്ച് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു കുട്ടിക്കും ഇല്ലാത്ത, പലപ്പോഴും ഒരു പാരൻസിനും ഇതില്ല ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സമയത്തെ ബഹുമാനിക്കാനും സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താനും കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചേ മതിയാവും. അത് പാരൻസിന് അതൊരു വലിയ റോളുണ്ട്, അവർ ജീവിച്ച് വരുന്ന സാഹചര്യങ്ങൾക്ക് വലിയ റോളുണ്ട്. കൃത്യമായി അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ എൻകറേജ് ഡിവൈസ് ഫ്രീ ബെഡ്റൂംസ്. ഇതാണ് നമ്മൾ പലരും ചെയ്യാത്തൊരു കാര്യം. നമ്മളെ കുട്ടികൾ കടന്നുറങ്ങുന്ന റൂമിലേക്ക് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല. അവർക്ക് വളരെ ഫ്രീ ആയിട്ട് ഉറങ്ങി എണീക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട്, നിങ്ങൾ ഉറപ്പാക്കുക. ഇത് പലപ്പോഴും കുട്ടികൾക്ക് എന്ത് ചെയ്യും, അലാറം വെക്കാനും മറ്റെന്നൊക്കെ പറയാൻ മൊബൈൽ. നമ്മുടെ കുട്ടികളോ 10, 16, 15 വർഷമായി നിങ്ങളെ കൂടെ താമസിക്കുന്ന കുട്ടികളാണ്. നിങ്ങളുടെ A to Z കാര്യങ്ങൾ കുട്ടികൾക്കറിയാം, ഏത് രീതിയിൽ എങ്ങനെയൊക്കെ സോപ്പിട്ടാൽ നിങ്ങൾ അവരെ കൂടെ പോകുന്നുള്ളൂ. അപ്പോൾ ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ശ്രദ്ധിക്കുക. സോ ഇത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞ കാര്യമല്ല, വളരെ സീരിയസ് ആയി പറഞ്ഞ കാര്യമാണ്. ഈ മൊബൈൽ ഫോണിലൂടെ അവരുണ്ടാക്കുന്ന കാര്യം, അവർക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനം, ഒരു സമയമെടുത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളും അവർക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത വലിയൊരു ട്രാപ്പിലേക്ക് നമ്മളെ കുട്ടികൾ വീണ് പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പാരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു വലിയൊരു പ്രോബ്ലം, നമ്മൾ ലൂപ്പ് പെടുക. എന്താ ലൂപ്പ് എന്ന് പറഞ്ഞാൽ, ആ ലൂപ്പ് പെട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ചെയ്യുക, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. നമ്മൾ ആ ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ആ ലൂപ്പിൻ്റെ കണ്ണി നമ്മൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനും നമുക്കൊരു പ്രൊഡക്റ്റീവായ ഒരു നമ്മളെ മാറ്റാൻ വേണ്ടി കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആദ്യം നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ, നിങ്ങളുടെ കൺസേൺ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഇത്തരത്തിൽ തോന്നുന്നു, നിങ്ങൾ നാളെ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ്, നിങ്ങൾക്ക് തോന്നിയ പ്രശ്നങ്ങൾ എന്തെല്ലാം, അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതിനൊക്കെ സൊല്യൂഷനായുള്ള വീഡിയോസൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതായിരിക്കും. കാരണം നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചാലേ നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറയാനുള്ള കാരണങ്ങൾ എന്തല്ല, അക്കാഡമിക്സ് വൈസ് മാത്രമല്ല, ആസ് എ പേഴ്സൺ നമ്മുടെ ഹാബിറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് നല്ല പ്രൊഡക്റ്റീവായി നമുക്ക് മാറാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.